പ്രൈസ് ലോർഡ്. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. മനുഷ്യൻ എന്നും ഉറപ്പുള്ള പ്രതലങ്ങൾ അന്വേഷിക്കുന്നവരാണ്. ലോകത്തിൽ താൻ കണ്ടെത്തുന്ന പ്രതലങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയെന്നും താൻ ശക്തനായി തീരണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉറപ്പുള്ള പ്രതലങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നത്. ഒരു പക്ഷേ ആ ഉറപ്പുള്ള പ്രതലങ്ങളെന്ന് പറയുമ്പോൾ അത് സമ്പത്താകാം, അല്ലെങ്കിൽ നമ്മുടെ പദവികളാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബ മഹിമയാകാം, എന്തുമാകാം. ഇത്തരം പ്രതലങ്ങളിൽ ഒന്നും മനുഷ്യൻ ഉറച്ചു നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. എവിടെയും നിലവിളികൾ മാത്രമേ നാം കേട്ടിട്ടുള്ളൂ. നമ്മുടെ അടിസ്ഥാനം നാം എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ അടിസ്ഥാനം നാം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? അത് ക്രിസ്തുവാകുന്ന പാറമേലാണെങ്കിൽ ഒരിക്കലും നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. കാരണം അവൻ ഇളകാത്ത പാറയാണ്. ആ പാറയിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ നാം എങ്ങും കുലുങ്ങി പോവുകയില്ല. എന്നാൽ മറിച്ച് നമ്മുടെ ആശ്രയം, അല്ലെങ്കിൽ നാം നിൽക്കുന്നത്, അല്ലെങ്കിൽ നാം അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് വെറും പൂഴുമേൽ പണിത ആ ഭവനത്തെ പോലെയാണെങ്കിൽ ഏത് നിമിഷവും ഇളകിയാടാം, ഏത് നിമിഷവും കാറ്റടിച്ചേക്കാം, ഏത് നിമിഷവും അത് തകർന്നടിഞ്ഞേക്കാം. നമുക്ക് ആശ്രയം നമ്മുടെ ദൈവം മാത്രമാണ്. അതെ, അവൻ നമ്മുടെ ഉറപ്പുള്ള പാറയാണ്. നാശകരമായ കുഴികളിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വലിച്ച് കരകയറ്റി ഒരു പാറമേൽ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരിക്കലും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. പ്രാർത്ഥനകളോടെ നമുക്ക് ഇന്നത്തെ ദിവസവും മുന്നോട്ടേക്ക് യാത്ര തുടരാം. ഇത്രമാത്രം പ്രാർത്ഥിക്കുക. ദൈവമേ, ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഭയം കൂടാതെ ഏറ്റവും വിശ്വാസത്തോടെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ നേരിടുവാൻ ഒരു ദൈവികമായ കൃപ എനിക്ക് തരണമേ എന്ന് മാത്രം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.